ജീവിതത്തില് തകർക്കപ്പെട്ട് ഭാരപ്പെട്ട് ഒരു സ്ത്രീ വല്ലാണ്ടൊരു സങ്കടപ്പെട്ട് വലിയൊരു പ്രമാദമായ കേസിൽപ്പെട്ടൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ്. ഇനി എന്ത് ചെയ്യണം? ആത്മഹത്യ മാത്രമേ മുമ്പിലുള്ളെന്ന് ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞതാ. അച്ഛാ, അപമാനം, നാണക്കേട്, രക്ഷയില്ല, തീർന്നു, സങ്കടം, ഭാരം തീർന്നു, ജീവിതം തീർന്നു. ഇനി എന്താ ചെയ്യണ്ടേ? ഈ സ്ത്രീക്ക് വേണ്ടി വായിച്ചപ്പോൾ കർത്താവ് തന്നൊരു സന്ദേശം. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1-ാം തിരുവചനം. ബൈബിളുള്ളവരും തുറന്നേ. ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്ന ഒരു വചനമാണ്. വിശ്വസിച്ചേറ്റെടുത്തോളൂ. ഞാൻ ഈ പറയുന്ന വചനം ആ സ്ത്രീയുടെ ഉള്ളിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാക്കി. ആ സ്ത്രീ കടന്നു പോകേണ്ടിയിരുന്ന അനേക ദുരിതങ്ങളിൽ നിന്ന് ആ സ്ത്രീ രക്ഷപ്പെട്ടെന്ന് ഇവിടെ വെച്ച് ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സമ്മാന വചനമാണ് യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1-ാം തിരുവചനം. ഒന്ന് വായിച്ചേ. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. കണ്ടോ വചനത്തിന്റെ ശക്തി കണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ? ഞാൻ ഈ വചനം ആ സ്ത്രീയുടെ മുമ്പിൽ നിന്ന് വായിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, എന്റെ മുമ്പിൽ നിന്ന് സ്ത്രീയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് വീഴുന്നു. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇതെനിക്ക് വേണ്ടി ദൈവം എഴുതിയ വചനമാണ്. കാരണം വചനത്തിൽ പറയുന്നു, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്, നീ ഭയപ്പെടേണ്ടെന്ന്. ആ സ്ത്രീയുടെ അവസ്ഥ അത്രമേൽ ഇരുട്ട് നിറഞ്ഞ ഉത്തരമില്ലാത്തൊരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നപ്പോ കർത്താവ് കൊടുത്തൊരു വചനം. ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി കർത്താവ് സമ്മാനിക്കുന്ന വചനം ഇത് തന്നെയാണ്. യാക്കോബേ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു, ഇസ്രായേലെ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു. നമ്മുടെ സ്വന്തം പേര് പറഞ്ഞെന്ന് വിശ്വസിച്ചേറ്റെടുത്താൽ അന്തരീക്ഷം മാറും. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. ആ വചനം ഒന്ന് പറയുന്നു, നമ്മളെ ഓച്ചത്തിൽ ഏറ്റുപറയുന്നു. വചനം വായിച്ചോ. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഹല്ലേലൂയ.